الحمد لله الذي بنعمته تتم الصالحات وبمنه وفضله تتنزل الخيرات والبركات والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. وعد الله الذين آمنوا وعملوا الصالحات لهم مغفرة وأجر عظيم والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم. يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ هم قوم أن يبسطوا إليكم أيديهم فكف أيديهم عنكم واتقوا الله فعلى الله فليتوكل المؤمنون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വച്ചത് വഅദല്ലാഹുല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് എന്ന ആയത്താണ്. ആ ആയത്ത് അതിനു മുമ്പുള്ള കൽപ്പനയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിൽ ഒരുപാട് കൽപ്പനകൾ, നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നത്, അതിൻ്റെ അവസാനത്തിൽ വത്തഖുല്ലാ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് കൽപ്പനകൾ പറഞ്ഞതിന് ശേഷം ആ കൽപ്പനകളുമായി ബന്ധപ്പെട്ട് രണ്ട് രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് സമൂഹങ്ങളിൽ നിന്നുണ്ടാവുക. അതിലൊന്ന് ആ കൽപ്പനകൾ പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ആ പാലനവുമായി ബന്ധപ്പെട്ടതാണ് തുടർന്നുള്ള ആയത്ത് വഅദല്ലാഹുല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. പാലിച്ചാൽ എന്ത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ്. മനുഷ്യര് മുഴുവൻ ലോജിക്കാണ്. ഞാനൊരു സംഗതി ചെയ്താൽ എനിക്കെന്താണ് അതുകൊണ്ട് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനുള്ള ഉത്തരമാണ് ആദ്യം തന്നെ കൊടുക്കുന്നത്, പോസിറ്റീവായത്. രണ്ടാമത്തേത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് നഷ്ടം എന്നുള്ളതാണ്. അതിനുള്ളതാണ് വല്ലദീന കഫറു വകദ്ദബു ബിആയാതി. ഈ ആയത്തുകൾ വെച്ചിട്ട് ഞാൻ സാധാരണ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട് ചില സംഗതികൾ പറഞ്ഞിരുന്നു. ഒന്ന്, കുട്ടികളോട് നമ്മൾ എപ്പോഴും പോസിറ്റീവായ സംഗതികളാണ് പറയേണ്ടത്. എന്ന് പറഞ്ഞാൽ ചെയ്താൽ എന്താണ് ഇന്ന ഇന്ന രൂപത്തിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്നത് എപ്പോഴും പോസിറ്റീവായ സംഗതികളാണ്. എപ്പോഴും അടി കിട്ടും, തല്ല് കിട്ടും എന്ന് പറയുന്ന സാധനമല്ല നമ്മൾ മുന്നോട്ട് വെക്കേണ്ട സാധനം. അത് നിവൃത്തികേടാണ്. ഏറ്റവും അവസാനമായിട്ട് പറയേണ്ടുന്ന ഒരു സംഗതിയാണ്. അതാണ് ഒന്ന്. രണ്ടാമത്തേത്, നന്മ ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവരെ നന്മ ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന അർത്ഥത്തിലുള്ള പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യണം. അള്ളാഹു വിശ്വാസികൾക്ക് നന്മ ചെയ്യുമ്പോൾ അവർക്ക് പ്രതിഫലമുണ്ട് എന്ന് വാഗ്ദാനം ചെയ്യുന്നത് പോലെ നമ്മളെ മക്കള് എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യുന്ന സമയത്ത് അവർക്ക് എപ്പോഴെങ്കിലും ഒരു ഗുണകരമായ രൂപത്തിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്, അതല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നല്ല വാക്ക് പറയുന്നത്, ഇതൊക്കെയും അതിന്റെ ഭാഗമാണ്. അപ്പൊ അള്ളാഹു നമ്മളോട് പെരുമാറുന്നത് പോലെയാണ് അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മളുടെ മക്കളോട് പെരുമാറേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇസ്ലാമിലെ സ്വർഗനരകവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടിൽ നരകം എന്നുള്ളത് ഒരു നിവൃത്തികേടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അല്ലാണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കുറെ മനുഷ്യന്മാരെ നരകത്തിലിട്ട് ശിക്ഷിക്കണം, എന്നിട്ട് അത് കണ്ട് ആസ്വദിക്കണം എന്നുള്ളതൊന്നും അള്ളാഹുവിന്റെ നയമല്ല. അത് നിവൃത്തികേടാണ് എന്ന് പറഞ്ഞാൽ അത്രയും അതിന് അർഹരായ ആളുകൾ, അല്ലെങ്കിൽ അത് കിട്ടിയേ പറ്റൂ എന്ന് പറയുന്ന ആളുകൾക്കുള്ള സാധനമാണ് അത് എന്ന് അതിന്റെ ഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെയും അത് തന്നെയാണ്. അപ്പൊ സ്വർഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ പാപമോചനത്തെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം, മഹത്തായ പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം വല്ലദീന കഫറു വകദ്ദബു ബിആയാതിന, എന്നാല് നമ്മുടെ ആയത്തുകളെ നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്യുന്ന ആളുകൾ. വല്ലദീന കഫറു എന്ന് പറയുന്നത് ജുംല ഫിഅലിയയാണ്, എന്ന് പറഞ്ഞ ക്രിയയാണ്. വല്ലദീന കഫറു, നിഷേധിച്ച ആളുകൾ അല്ലെങ്കിൽ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നവർ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് അവിടെ കൊണ്ടുവരാനുള്ള സാധ്യത, പറയാനുള്ള കാരണം, ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്, നിങ്ങൾക്ക് മാറാൻ ഇനിയും അവസരമുണ്ട് എന്നുള്ളതിന്. അതായത് നിങ്ങൾ ഇപ്പോഴും എന്തായിട്ടില്ല, നരകത്തിന്റെ ആളുകളായിട്ടില്ല.
പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അല്ലെങ്കിൽ അതിൽ തുടരുന്നവരാണ് നരകത്തിൽ എത്തുക. നിങ്ങൾക്ക് മാറാവുന്നതാണ്. അതുകൊണ്ടാണ് ജുംല ഫിഅലിയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇസ്മു ഫിഅലും തമ്മിലുള്ള വ്യത്യാസം. ഇസ്മു എന്ന് പറഞ്ഞാൽ സ്ഥായിയാണ്, ഫിഅല് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പോ ഇനിയും മാറാൻ അവസരമുള്ള ഒരു സാധനമാണ്. അപ്പൊ ഇവിടെ രണ്ട് സാധനമുണ്ട്, വല്ലദീന കഫറു വകദ്ദബു. ഇതിന്റെ ഒരു മൂർത്ത രൂപമാണ്. നിഷേധിക്കുക, കളവാക്കുക. കളവാക്കുകയല്ല, കള്ളനാക്കുക. കഫറ എന്ന് പറഞ്ഞാല് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഒരു കർഷകന്റെ കയ്യിലുള്ള ധാന്യമണി, അതായത് ഉള്ളം കയ്യിലുള്ള സാധനം എന്ത് ചെയ്യും? മണ്ണിട്ട് മൂടി വെക്കും. അതാണ് ആര്? കാഫിർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന് കാഫിർ എന്നുള്ള പദം ഈ രണ്ടർത്ഥത്തിലും പ്രയോഗിച്ച്, ഭാഷാപരമായ അർത്ഥത്തിൽ കർഷകൻ എന്നുള്ള അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ആജബൽ കുഫാറ നബാത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആനിൽ പല സൂറത്തുകളിൽ നമുക്കത് കാണുവാൻ കഴിയും. അപ്പൊ കർഷകർ എന്നുള്ള അർത്ഥത്തിൽ അത് ഖുർആൻ പ്രയോഗിക്കാനുള്ള കാരണം എന്താണ്? സത്യനിഷേധിയും അതും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനാണ്. എന്ന് പറഞ്ഞാൽ ഉള്ളം കയ്യില് വ്യക്തമായി സത്യമുണ്ടായിട്ട് അത് കുഴിച്ചു മൂടിയവനാണ് ആര്? കാഫിർ. അത് മറച്ചു വെച്ചവനാണ് ആര്? കാഫിർ. അപ്പൊ ഇത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് വിശുദ്ധ ഖുർആൻ ഭാഷയിലും അത് പ്രയോഗിച്ച് അതിന്റെ കൂടെ സാങ്കേതികമായി സത്യനിഷേധി, വളരെ വ്യക്തമായ സത്യത്തെ മൂടിവെച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ വല്ലദീന കഫറു, സത്യം മൂടിവെച്ചവൻ. മൂടി വെക്കുക മാത്രമല്ല, പിന്നെന്താ ചെയ്തത്? വകദ്ദബൂ ബിആയാതിന, നമ്മുടെ ആയത്ത് ഞാൻ വിശദീകരിക്കാം. ആയത്തുകളെ കളവാക്കുകയും ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാല്, ഞാനൊരു സംഗതി, ഇപ്പോ ഇദ്ദേഹം ഒരു കാര്യം എന്നോട് പറഞ്ഞു, ഞാൻ അത് വിശ്വസിച്ചില്ല, ഞാൻ നിഷേധിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, നഷ്ടമായിരിക്കാം, എനിക്കാണ്, ഞാൻ അത് ചെയ്തു എന്നുള്ളത്. പക്ഷെ ഞാന് അയാളോട് പറയാൻ, നീ കള്ളനാണ്, നീ പറഞ്ഞത് കള്ളമാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രശ്നം എന്താണ്? ഞാൻ അദ്ദേഹത്തെ കള്ളനാക്കി. അപ്പോ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? വചനം അല്ലെങ്കിൽ ആയത്ത് ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ് ആയത്ത് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സത്യം ദുനിയാവില് വേറൊന്നുമില്ല. ആ സാധനം നമ്മൾ എന്താന്ന് പറയാണ്? അത് കള്ളമാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, അത് വ്യാജമാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ ഗൗരവം എന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അതാണ് ഇവിടെ വല്ലദീന കഫറു വകദ്ദബു എന്ന് പറയുമ്പോൾ. അപ്പൊ കദബ എന്നും പറയും, കദിബ എന്നും പറയും. രണ്ടും കളവ് പറഞ്ഞു എന്നാണ് അർത്ഥം. കദബ എന്ന് പറഞ്ഞാൽ ജഅലഹു കാദിബൻ അല്ലെങ്കിൽ ജഅലഹു കദിബൻ, ഞാൻ അവനെ കള്ളനാക്കി അല്ലെങ്കിൽ ഞാൻ അതിനെ കള്ളമാക്കി. അപ്പൊ അതാണ് ഇവിടെ കദ്ദബ എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത്. വല്ലദീന കഫറു വകദ്ദബു ബിആയാതിന. ആയത്ത് എന്നുള്ള പദത്തിന്റെ ബഹുവചനമാണ് ആയാത്ത് എന്ന് പറയുന്നത്. ആയത്ത് എന്ന് പറഞ്ഞാൽ ഭാഷയില് അടയാളം എന്നേ അർത്ഥമുള്ളൂ. അള്ളാഹുവിനെ കുറിക്കുന്ന അടയാളങ്ങളാണ് ആയത്തുകൾ. വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച ആയത്ത് എന്നുള്ള പദം അള്ളാഹുവിനെ കുറിക്കുന്ന അടയാളങ്ങളാണ്. അത് വിശുദ്ധ ഖുർആൻ 3 അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് എന്താണ്? വിശുദ്ധ വേദത്തിലെ ആയത്തുകൾ, വചനങ്ങൾ. അതായത് പ്രവാചകന്മാരെ കുറിച്ച് വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി. അപ്പൊ വേദഗ്രന്ഥങ്ങളിലെ വചനങ്ങൾ എന്തിനെയാണ് കുറിക്കുന്നത്? അള്ളാഹുവിനെയാണ് കുറിക്കുന്നത്. അപ്പൊ അത് ആയത്തുകളാണ്. രണ്ടാമത്തെ അർത്ഥം എന്നുള്ളത് പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്തുകളാണ്. വറസൂലൻ ഇലാ ബനീ ഇസ്രായീൽ അന്നി ഖദ് ജിഅ്തുകും ബിആയതിൻ മിർ റബ്ബികും. ഈസാ നബിയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന വറസൂലൻ ഇലാ ബനീ ഇസ്രായീൽ, ബനീ ഇസ്രായേലിലേക്കുള്ള ദൂതനായിരുന്നു അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അന്നി ഖദ് ജിഅ്തുകും ബിആയതിൻ മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ആയത്തുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ സാധാരണ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള അടയാളങ്ങൾ. ഇവര് പ്രവാചകന്മാരാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയുള്ള അടയാളങ്ങൾ, അതിനാണ് എന്ത് പറയുക? മുഅ്ജിസത്ത് എന്ന് പറയാം. അപ്പൊ മുഅ്ജിസത്ത് എന്നുള്ള അർത്ഥത്തിലാണ്
രണ്ടാമത്തേത് ആയത്ത് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ഇത് ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുണ്ട്. തഖ്റുജു ബൈളാഅ മിൻ ഗൈരി സൂഇൻ ആയതൻ നുഖ്റ ലിനുരിയക മിൻ ആയാതിനൽ കുബ്ര, സൂറത്ത് ത്വാഹ. അപ്പൊ ഇങ്ങനെ പല സൂറത്തുകളിലും അത് കാണുവാൻ കഴിയും. ഇതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എന്ത് സംഗതികൾ നോക്കുകയാണെങ്കിലും അത് എന്തിനെയാണ് കുറിക്കുന്നത്? അള്ളാഹുവിനെയാണ് കുറിക്കുന്നത്. കാരണം ഇതൊന്നും ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഒരിക്കലും ഈ സംഗതികളൊന്നും സംഭവിക്കുകയില്ല. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം, നമ്മുടെ ആയത്തുകൾ നാം ചക്രവാളങ്ങളിൽ കാണിക്കും, നിങ്ങളിൽ തന്നെയും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നമുക്ക് ഇതൊക്കെ കണ്ടാൽ തന്നെ തിരിയും ഇത് നമ്മളാരും പ്ലാൻ ചെയ്തിട്ട് രൂപപ്പെട്ടതല്ല, ഇത് പടച്ചവൻ ഉണ്ടാക്കിയതാണ് എന്നുള്ളത്. അതുപോലെ ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്, ഖൽഖി സമാവാതി വൽ അർള്. അപ്പൊ ഇതൊക്കെ ആകാശഭൂമികളുടെ ഒക്കെ ഇങ്ങനെ ചലനങ്ങൾ, ഇതിന്റെ ഒരു വ്യവസ്ഥ, നമ്മുടെ എന്താ പറയുക ഗാലക്സി, ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തിരിയുന്നത് എന്താണ്? പടച്ചവനെയാണ് കുറിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് അർത്ഥങ്ങളിലാണ് വിശുദ്ധ ഖുർആന് ആയത്ത് എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു പദത്തെ, ഖുർആന്റെ ഒരു ടെക്നിക്കാണ്, അതുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്ന് പറഞ്ഞാൽ ഒരു തത്വം ആണ്. ഒരു പദത്തിന് ഒരു മൂന്നർത്ഥം ഉണ്ടെന്ന്. ഖുർആൻ ആ പദം പ്രയോഗിച്ചാൽ ആ മൂന്നർത്ഥം ഫിറ്റ് ആവണമെങ്കിൽ ആ മൂന്നർത്ഥവും സ്വീകരിക്കണം. ഉദാഹരണമായിട്ട് ഇവിടെ വല്ലദീന കഫറു വകദ്ദബു ബി ആയാത്തിന എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ബി ആയാത്തിന എന്ന് പറയുന്നത്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അതിൽ ഏതെങ്കിലും ഒരു അർത്ഥം മാത്രമേ ഫിറ്റ് ആവുന്നുള്ളെങ്കിൽ പിന്നെ അത് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. അതാണ് ഉലൂമുൽ ഖുർആന്റെ തത്വം എന്നുള്ളത്. അപ്പൊ ഇവിടെ വിശാലമായ പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ അള്ളാഹുവിനെ നിഷേധിക്കണമെങ്കിൽ എല്ലാം നിഷേധിക്കണം, കണ്ണുപൊട്ടനായി ജീവിക്കണം എന്ന് പറഞ്ഞാൽ. കാരണം ചുറ്റും കാണുന്നത്, സ്വന്തം ശരീരത്തെ കാണുന്നത്, ഇതൊക്കെ എന്തിനെയാണ് കുറിക്കുന്നത്? അള്ളാഹുവിനെയാണ് കുറിക്കുന്നത്. അത്ഭുതങ്ങള്, അത് വിശുദ്ധ വേദങ്ങള്, ഇതൊക്കെ ദൈവത്തെയാണ് കുറിക്കുന്നത്. അപ്പൊ ഇതൊന്നുമില്ലാതെ ജീവിക്കുന്ന ആളാണ് വല്ലദീന കഫറു വകദ്ദബു ബി ആയാതിന. ആയാതിന എന്ന് പറയുമ്പോ നമ്മുടെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ. അപ്പൊ അള്ളാഹു ഇത്രയും സംഗതി വാരി വിതറിയിട്ട് ഇതിനെയൊക്കെ ഒരാൾക്ക് നിഷേധിക്കണമെങ്കിൽ, മറച്ചു വെക്കണമെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് കാഫിർ എന്നുള്ള പദം നേരത്തെ പറഞ്ഞ കർഷകൻ എന്നുള്ള പദത്തിൽ വന്നു. കാരണം മുന്നിൽ കാണുന്നതെല്ലാം മറച്ചു വെക്കണം ഒരാൾക്ക് അള്ളാഹുവിനെ നിഷേധിക്കണമെങ്കിൽ. അതാണ് വല്ലദീന കഫറു വകദ്ദബു ബി ആയാതിന. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉലൈക അസ്ഹാബുൽ ജഹീം. ഉലൈക എന്ന് പറഞ്ഞാൽ ആ ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞ് പിന്നെ അവരെ പരാമർശിക്കുന്നതിനുള്ള സൂചനയാണ് എന്ത്? ഉലൈക, ആ വിഭാഗം ആളുകൾ, ഈ പറഞ്ഞ ടീം. അസ്ഹാബുൽ ജഹീം, അസ്ഹാബ് എന്ന് പറയുന്നത് സ്വാഹിബ് എന്നുള്ളതിന്റെ ബഹുവചനമാണ്. സ്വാഹിബ് എന്നുള്ളതിന്റെ ബഹുവചനമാണ് അസ്ഹാബ് എന്ന് പറയുന്നത്. സ്വാഹിബ് എന്ന് പറഞ്ഞാല് സാധാരണ കൂട്ടുകാർക്ക് സ്വദീഖ് എന്നൊക്കെയാണ് പറയാ. ഓരോ ആംഗിളിൽ നിന്നാണ് ഓരോ പദം വരിക. അപ്പൊ സ്വദീഖ് എന്ന് പറഞ്ഞാല് നമ്മള് എന്താ പറയാ, ഞാൻ പറഞ്ഞൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ ഉള്ള ആളാണ് സ്വദീഖ്. അതുകൊണ്ടാണ് അബൂബക്കർ എന്തായത്? സിദ്ദീഖായത്. കാരണം ഇസ്രായിന്റെ വിഷയത്തില് എല്ലാ ആളുകളും റസൂലിനെ തള്ളി പറഞ്ഞ സന്ദർഭത്തില് അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്ത് അവര് വന്നിട്ട് ചോദിച്ചു, കണ്ടോ താങ്കളുടെ സ്വാഹിബ് പറഞ്ഞത് എന്നാണ്. സ്വാഹിബ് എന്നുള്ള പദമാണ് പ്രയോഗിച്ചത്, അത് ഞാൻ പറയാം. അപ്പോ താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ? മൂപ്പരെന്തേ പറഞ്ഞു വെച്ചു. മൂപ്പരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. അപ്പൊ മൂപ്പര് പറഞ്ഞത് ഞാന് ഇന്നലെ രാത്രി മക്കയിൽ നിന്ന്, ഹറമിൽ നിന്ന് അക്സയിലേക്ക് പോയി, അവിടെ നിന്ന് 7-ാം ആകാശത്തേക്ക് പോയി തിരിച്ചെത്തി എന്നുള്ളതാണ് പറഞ്ഞത്. മൂപ്പര് എങ്ങനെ പറഞ്ഞു? എന്നാ ഞാനത് വിശ്വസിച്ചിരിക്കും. അതാണ് സിദ്ദീഖ്, സ്വദീഖ് എന്ന. സിദ്ദീഖിൽ നിന്നാണ് അത് വരുന്നത്. അതിൽ നിന്നാണ് സദഖ എന്നുള്ള പദവും വരുന്നത്. സദഖ എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ, ഒരാള് കപടവിശ്വാസികള് ദാനധർമ്മം ചെയ്യൂല, നിസ്കരിക്കാൻ അവർക്ക് വളരെ എളുപ്പമായിരുന്നു. പക്ഷെ ദാനധർമ്മം അവർ ചെയ്യൂല. കാരണം എന്താണ്? അവരുടെ ഈമാന് സിദ്ഖായിരുന്നില്ല, സത്യസന്ധമായിരുന്നില്ല. ഈമാന് സത്യസന്ധമാണ് എന്ന് കുറിക്കുന്ന സാധനമാണ്. അതെന്താണ്? അത് നമസ്കാരമല്ല, അത് എല്ലാവർക്കും വളരെ ഈസിയാണ്, അതുകൊണ്ട് മുടക്കൊന്നുമില്ല. അതെന്താണ്? അത് ദാനധർമ്മമാണ്. കാരണം കയ്യിൽ നിന്ന് പോകുന്ന കേസാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന് സദഖ എന്ന്. അപ്പൊ ഓരോ ആംഗിളിൽ നിന്നാണ് ഓരോ പദങ്ങൾ വരിക. ഇവിടെ സ്വാഹിബ് എന്ന് പറഞ്ഞാൽ ഏത് സന്ദർഭത്തിൽ കൂടെ നിൽക്കുന്നവനാണ് സ്വാഹിബ്, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാകുന്ന ആളാണ് സ്വാഹിബ്. അതുകൊണ്ടാണ്
താങ്കളുടെ സാഹിബ് പറഞ്ഞത് കേട്ടില്ല എന്ന്. കാരണം അബൂബക്കറും റസൂലും എപ്പോഴും ആയിരുന്നു ഒന്നുണ്ട്. അതുകൊണ്ടാണ് ഹിജ്റയെ കുറിച്ചുള്ള ആയത്തിൽ എന്ന് പറയുന്നത് ഇത് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ഇത് യഖൂലു ലി സാഹിബിഹി എന്ന് പറഞ്ഞാൽ റസൂല് തന്റെ സാഹിബിനോട് പറഞ്ഞ സന്ദർഭത്തിൽ ലാ തഹ്സൻ ഇന്നല്ലാഹ്, അതായത് ഈ ഇങ്ങനെ റസൂലിനെയും അബൂബക്കറിനെയും ഇങ്ങനെ തെരഞ്ഞെടുക്കുകയാണ്. അപ്പോ അവരിങ്ങനെ എന്താണ് അവർ താമസിക്കുന്ന ഗുഹയുടെ അടുത്തെത്തിയ സന്ദർഭത്തിൽ അബൂബക്കർ പറഞ്ഞു എന്ത് അവരെങ്ങാനും അങ്ങോട്ട് കാലിന്റെ അടിയിലേക്ക് നോക്കിയാൽ. അപ്പോ റസൂല് പറഞ്ഞാണ് ഇത് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, താങ്കൾ ദുഃഖിക്കേണ്ട, ആര് കൂടെയുണ്ട്. അപ്പൊ ഇതാണ് സാഹിബ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് വിശുദ്ധ ഖുർആൻ അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്നുണ്ട്. അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ ആ ഗുഹയിൽ തന്നെ ജീവിച്ച ആളുകളാണ് അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്നത്. സാഹിബ് എന്നുള്ള പദം ആ സൂറത്തിൽ തന്നെ, സൂറത്തുൽ കഹ്ഫിൽ തന്നെ ഇത് യഖൂലു ലി സാഹിബിഹി വഹുവ യുഹാവിറുഹു എന്ന് പറയുന്ന, അതായത് ആ തോട്ടക്കാരൻ രണ്ടാളുകളുടെ ഇതില് എന്താണ് ഉറ്റമിത്രമാണ്. അപ്പൊ രണ്ടാളുകളുടെ സമീപനം തീർത്തും വ്യത്യസ്തമാണ്. അപ്പോ ഇങ്ങനെ സ്വാഹിബ് എന്ന് പറയുന്നത് അൽ മുലാസിം എന്നാണ്. സ്വഹിബ എന്ന്, അതുകൊണ്ടാണ് സ്വഹാബി ഉണ്ടായിട്ടുള്ളത്. സ്വഹാബി എന്ന് പറയുന്ന പദം ഉണ്ടായിട്ടുള്ളത് അതിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ റസൂലിന്റെ കൂടെ ജീവിച്ച ആളുകളാണ് എന്ത് സ്വഹാബാക്കൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതാണ് സ്വഹിബ, അതിൽ നിന്നാണ് സ്വാഹിബ്, അതിൽ നിന്നാണ് അസ്ഹാബ്. അപ്പൊ അസ്ഹാബുൽ ജഹീം എന്ന് പറഞ്ഞാല് പിന്നെ അതിന്റെ ആളുകളാണ്, നരകത്തിന്റെ ആളുകളാണ്, അതില് പെട്ട ആളുകൾ. ആ പദത്തിൽ നിന്ന് തന്നെ അതിന്റെ കറക്റ്റ് വിശദീകരണം നമുക്ക് കിട്ടും. ഉലൈക അസ്ഹാബുൽ ജഹീം. എന്താണ് ജഹീം എന്ന് പറഞ്ഞാല്? നമ്മൾ കുറെ കേട്ട പദമാണല്ലോ, നല്ല രസമുള്ള ഒരു പദമാണ്, പറഞ്ഞോളൂ. എന്താണ് ജഹീമ്? ജഹീമുണ്ട്, നാറുണ്ട്, ജഹന്നമുണ്ട്, ഹുത്തമുണ്ട്. ഇതൊക്കെ വ്യത്യസ്തമായ ആംഗിളുകളിൽ നിന്നുള്ള പദങ്ങളാണ്. അപ്പൊ അറബി ഭാഷയിലെ വളരെ പ്രസിദ്ധമായ പദങ്ങളിൽ ഒന്നാണ് ജഹീം എന്നുള്ളത്. സാധാരണ എന്താണ് ജഹ്മത്ത അൽ അസദ് എന്ന് പറയും. എന്താണ്? അപ്പൊ ഈ പദം ജഹ്മത്ത അൽ അസദ് എന്ന് പറഞ്ഞാല് ഈ സിംഹത്തിന്റെ കണ്ണുകൾക്കാണ് അത് പറയാം. സിംഹത്തിന്റെ കണ്ണുകൾ മറ്റു കണ്ണുകളെ പോലെയല്ല, അതിങ്ങനെ കത്തിജ്വലിക്കുന്ന കണ്ണുകളാണ്. അപ്പൊ അറബി ഭാഷയിൽ ജഹ്മത്ത അൽ അസദ് അഥവാ സിംഹത്തിന്റെ കണ്ണുകൾ, കത്തിജ്വലിക്കുന്ന കണ്ണുകൾ എന്നുള്ള പദത്തിൽ നിന്നാണ് ജഹീം എന്നുള്ള പദം വന്നിട്ടുള്ളത്. സാധാരണ പറയും ജഹമൽ വജുഹു, ഒരാളുടെ മുഖം കോപം കൊണ്ട് കത്തിജ്വലിക്കുകയാണ് എങ്കിൽ അതിന് പറയുന്ന പേരാണ് ജഹമ അൽ വജുഹു എന്ന്. അതിൽ നിന്നാണ് ഫഈൽ വസ്നില് ജഹീം എന്നുള്ള പദം വന്നിട്ടുള്ളത്. ജഹീം എന്ന് പറഞ്ഞാല് കത്തിജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നത്. നരകത്തിന് നൽകാൻ പറ്റുന്ന അതിനേക്കാൾ നല്ല ഒരു വിശേഷണം ഭാഷയിൽ ലഭ്യമായിരിക്കില്ല. അതാണ് അസ്ഹാബുൽ ജഹീം എന്ന് പറയുന്നത്. അപ്പോ നിരന്തരമായി കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന നരകം എന്ന ആശയം ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്ത് പറയുന്നത്? ജഹീം എന്ന് പറയുന്നത്. അതിലേക്കാണ് അസ്ഹാബിനെ ചേർത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാല് നമ്മള് ഒരു നിമിഷം തീയിൽ വിരൽ വെക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ ഇങ്ങനെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന തീയില് അതിലിങ്ങനെ ചേർന്ന് നിൽക്കുന്ന ആളുകൾ എന്ന് പറയാനാണ് അസ്ഹാബുൽ ജഹീം എന്നുള്ള പ്രയോഗം വിശുദ്ധ ഖുർആൻ നടത്തുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ ഇതാണ് വല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിന ഉലൈക അസ്ഹാബുൽ ജഹീം. ഇനി അടുത്ത ആയത്ത് വീണ്ടും പഴയ ആയത്തുകളുടെ തുടർച്ചയാണ്. അതായത് മുമ്പ് എന്താണ് ദുക്റൂ നിഅമത്തല്ലാഹി അലൈക്കും വ മീസാഖഹുല്ലദീ വാസഖകും ബിഹി, നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓർക്കണം, അല്ലെങ്കിൽ അനുഗ്രഹം ഓർക്കണം, അവനോട് എടുത്തിട്ടുള്ള കരാറ് നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞു. അതിന്റെ തന്നെ തുടർച്ചയാണ് വീണ്ടും യാ അയ്യുഹല്ലദീന ആമനു ദുക്റൂ നിഅമത്തല്ലാഹി അലൈക്കും. ഇത് 5ാമത്തെ തവണയാണ്. നമ്മൾ ആയത്ത് 11ാമത്തെ ആയത്താണ്, പക്ഷെ 5ാമത്തെ തവണയാണ് എന്ത് വരുന്നത്? യാ അയ്യുഹല്ലദീന ആമനു വരുന്നത്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം അള്ളാഹു താലോലിച്ചു കൊണ്ടാണ് വിശ്വാസികളോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ എന്നൊക്കെ പറയുന്നത് പോലെ, പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നൊക്കെ പറയുന്നത് പോലെ
ഏറ്റവും നല്ല വിശ്വാസികളെ എന്ന് കുറിക്കുന്ന ഈമാന് കൊണ്ട് നിർഭയത്വം നേടിയിട്ടുള്ളവരെ എന്നാണ്. അമ്ന് ഉള്ള ആളുകളാണ് മുഅ്മിനുകള്, അമ്ന് കൊടുക്കുന്നവരാണ് മുഅ്മിനുകള്, അമ്ന് ഹൃദയത്തിൽ നിറച്ചു വെച്ചവരാണ് എന്ത് മുഅ്മിനുകള്. അത് അള്ളാഹുവിൽ ചൊരിഞ്ഞു വെച്ച ആളുകളാണ് മുഅ്മിനുകൾ. അതാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വരുന്നത് അള്ളാഹുവിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് വേറെ ഒന്നിനെയും ഭയക്കാതെ അമ്നോടുകൂടി നിർഭയത്തോടുകൂടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് മുഴുവൻ നിർഭയത്വം കൊടുക്കുകയും ചെയ്യുന്നവർ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ നിർഭയരായ വിശ്വാസികളെ, ദിക്റു നിഅമത്തല്ലാഹി അലൈക്കും. ദിക്ർ എന്നുള്ള പദം ഞാൻ മുമ്പ് വിശദീകരിച്ചിരുന്നു. നമ്മൾ വെറുതെ പരാമർശത്തിന് മാത്രമല്ല, ജക്കറഹു എന്ന് പറഞ്ഞപ്പോ ഒരാള് ഒരു സദസ്സിൽ വെച്ച് ഒരാളെ പരാമർശിക്കുന്നതിന് അറബിയിൽ ദക്കറഹു എന്നാണ് പറയാം. എന്ന് പറഞ്ഞാൽ അയാളെ സ്മരിച്ചു, പരിഗണിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ശരിക്ക് വെറുതെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞാല് പരിഗണിച്ചു എന്നാണ്. അതുപോലെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ എന്ന് പറയുന്നത്. വെറുതെ ഇങ്ങനെ ദിക്ർ ചൊല്ലി എന്നുള്ളത് കൊണ്ട് അള്ളാഹു ഇങ്ങനെ നിരന്തരമായി ഒരുപാട് കൂലിയൊന്നും നമുക്ക് നൽകില്ല. അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാവുക എന്നുള്ളതാണ് ദിക്ർ. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങളിങ്ങനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞാല് അള്ളാഹ് തിരിച്ചു അതുപോലെ നമുക്ക് പറഞ്ഞിരുന്നാണ് അർത്ഥം? അല്ല, അങ്ങനെയല്ല അർത്ഥം. നമ്മൾ അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിന്റെ നിയമങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തരും. ആ പരിഗണന തിരിച്ചും അള്ളാഹു നൽകും. ഇതൊരു പരിഗണനയാണ് യഥാർത്ഥത്തിൽ എന്ത് ഇവിടെ ദിക്ർ എന്നുള്ളത്. അതാണ് അതിലെ ഒന്നാമത്തെ പോയിന്റ് എന്നുള്ളത്. രണ്ടാമത്തത്, നിങ്ങൾ ഓർക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മറക്കാൻ നല്ല സാധ്യതയുള്ള കാര്യമാണ് എന്നാണ്. വല്ലാണ്ട് മറക്കുമ്പോഴാണ് അള്ളാഹു എന്താക്കുക? ഓർമ്മിപ്പിക്കുക. കാരണം അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാല് മനുഷ്യരെപ്പോഴും വിസ്മരിക്കുന്ന സാധനമാണ്. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇതെപ്പോഴെങ്കിലും അനുഗ്രഹമാണെന്ന് നമുക്ക് തോന്നാറുണ്ടോ? നമ്മളിവിടെ ഖത്തറിലൊക്കെ ഇതുപോലെ ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാണ്ട് ഇവിടെ വന്നിരിക്കുന്നു. ആളുകളെ ഏതെല്ലാം രൂപത്തിൽ കഷ്ടപ്പെടും. ഇനി ഖത്തറിൽ തന്നെ നമ്മളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നല്ല എ സിയിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഈ നേരത്തൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് ചുട്ട് ഏതെങ്കിലും ഒരു ഷെഡിന്റെ ഉള്ളിലൊക്കെ പോയി താമസിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമുക്കിതൊന്നും അനുഗ്രഹമായിട്ട് ഇപ്പോഴും നമുക്ക് തോന്നാറില്ല, നമ്മൾ സ്മരിക്കുക. കാരണം അനുഗ്രഹങ്ങള് ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകുന്ന സമയത്ത് അത് തൂജിദുൽ ഗഫ്ല, അശ്രദ്ധ സൃഷ്ടിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ മറക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക. യാ അയ്യുഹല്ലദീന ആമനു സ്കുറു നിഅമത്തല്ലാഹി അലൈക്കും. ഇപ്പൊ ദിക്ർ, ഇപ്പൊ ഉദാഹരണമായിട്ട് നമസ്കാരം ദിക്റാണ്. പക്ഷെ നമുക്ക് നമസ്കാരവും ദിക്റുമാണ്. അതാണ് അവരുടെ പ്രശ്നം. ഇപ്പൊ അഖിമി സ്വലാത്തൽ ദിക്രി എന്നല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്തിനാ നമസ്കരിക്കുന്നത്? അള്ളാഹു നമ്മോട് നമസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷെ നമുക്ക് നമസ്കാരത്തിലും അള്ളാഹുവിനെ ഓർമ്മല്ല, ഈവൻ ദിക്ർ ചെല്ലുമ്പോഴോ അള്ളാഹുവിനെ ഓർമ്മല്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ദിക്ർ ഒരു കർമ്മവും നമസ്കാരം മറ്റൊരു കർമ്മവുമാണ്. അത് രണ്ടും ദിക്റുമായിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ യാ അയ്യുഹല്ലദീന ആമനു ദിക്റു നിഅമത്തല്ലാഹി അലൈക്കും. കൂട്ടി വായിക്കുമ്പോൾ ആമനു ദിക്റു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങള് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം ഓർക്കുക. അപ്പൊ ഇവിടെ നിഅമത്ത് എന്നുള്ള ഏകവചനമാണ് പ്രയോഗിച്ചത്. ഇതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഏകവചനം പ്രയോഗിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ്. ഓരോ നിഅമത്തും നന്ദി കാണിക്കപ്പെടേണ്ടതാണ്. ഓരോ നിഅമത്തും സ്മരിക്കപ്പെടേണ്ടതാണ്. എനിക്ക് ആരോഗ്യമുണ്ട്, ആ ആരോഗ്യത്തിന് ഞാൻ ആരോട് നന്ദി പറയണം? അള്ളാഹുവിനോട് നന്ദി പറയണം. എനിക്ക് ഭക്ഷണമുണ്ട് കഴിക്കാൻ, ആ ഭക്ഷണത്തിന് ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയണം. എനിക്ക് എൻ്റെ നഗ്നത മറക്കാൻ വസ്ത്രമുണ്ട്, ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയണം. അതുകൊണ്ടാണല്ലോ ഇപ്പോ നമ്മൾ വസ്ത്രം ധരിക്കുന്ന സമയത്ത് എന്തുണ്ട്? നമുക്ക് പ്രാർത്ഥനയുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തുണ്ട്? പ്രാർത്ഥനയുണ്ട്.
വാഷ്റൂം കയറുമ്പോൾ എന്തുണ്ട്? പ്രാർത്ഥനയുണ്ട്. വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥനയുണ്ട്. കാരണം എന്തുകൊണ്ടാ? നമുക്കിപ്പോൾ വയറ്റിന്ന് പോകുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു 4 ദിവസം വയറ്റിന്ന് പോകാതെ ഒരു മനുഷ്യന് താമസിച്ചാൽ കഴിച്ചു കൂട്ടിയാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? അപ്പൊ അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിൽ അദ എന്ന് പറഞ്ഞിട്ട് ഇത് പുറത്ത് കളഞ്ഞ പടച്ചവന് സ്തുതി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ നിഅമത്തും സ്മരിക്കപ്പെടേണ്ടതാണ്. ഓരോ നിഅമത്തിനും പടച്ചവനോട് ശുക്ർ ചെയ്യേണ്ടതാണ് എന്ന് പറയാനാണ് അവിടെ നിഅമത്ത് എന്നുള്ളത് ഏകവചനം കൊണ്ടുവന്നിട്ടുള്ളത്. നിഅമത്തിന്റെ ബഹുവചനം എന്താണ്? എന്തായിരുന്നു? ഇത് വീണ്ടും തെറ്റിക്കരുത്. എന്തായിരുന്നു? നിഅമുൻ. നിഅമത്തുൻ ജമ നിഅമുൻ, നഅമുൻ ജമ അൻആമുൻ. അത് ഞാൻ തമ്മിലുള്ള കാലികൾ എന്നാണ് അർത്ഥം. കണക്ഷന് മുമ്പ് വിശദീകരിച്ചാണ്. ഏറ്റവും വലിയ അനുഗ്രഹമാണ് കാലികൾ എന്നുള്ളത് കൊണ്ടാണ് നിഅമത്തും നഅമും കണക്ട് ആയത് എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ആവർത്തനം കൊണ്ടുവരുന്നില്ല. അപ്പോ ഏകവചനം പ്രയോഗിക്കാനുള്ള ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തേത് ഓരോ അനുഗ്രഹവും മഹത്തരമാണ് എന്ന് കുറിക്കാനാണ്. ഇപ്പോൾ നമുക്ക് ഭക്ഷണം ഒരു വലിയ അനുഗ്രഹമായി തോന്നാത്തത് അത് നമുക്ക് ഉള്ളത് കൊണ്ടാണ്. ഇല്ലാതെയാകുമ്പോൾ അതിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലാവും. ആരോഗ്യം വലിയ നിഅമത്തായിട്ട് തോന്നാത്തത് ആരോഗ്യം ഇല്ലാത്തൊരു സാഹചര്യം നമുക്ക് കടന്നു വരാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒന്ന്, ഓരോ നിഅമത്തിനും ശുക്ർ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തേത് ഓരോ നിഅമത്തും അമൂല്യമാണ്. ഇത് രണ്ടുമാണ് ദുക്റു നിഅമത്തല്ലാഹി അലൈക്കും. എന്നിട്ട് ഇത് വെറുതെ കിട്ടിയതൊന്നല്ല, ഇത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയതാണ്. അള്ളാഹു അറിഞ്ഞുകൊണ്ട് നമുക്ക് നൽകിയതാണ് എന്ന് പറയാനാണ് ആ നിഅമത്തിനെ എവിടേക്ക് കണക്ട് ചെയ്തത്? അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്തത്. ദുക്റു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് മേൽ. അപ്പൊ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ. എന്നിട്ട് അള്ളാഹു ഒരു ഉദാഹരണം പറയാം. ഇത് ഹമ്മ ഖൗമുൻ അയബ്സുതു ഇലൈക്കും ഐദിയഹും. ഇത് ഹമ്മ ഖൗമുൻ, ഇതൊരു പ്രത്യേക പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കാറുണ്ട്. ഞാൻ അങ്ങോട്ട് കടന്നു വരാം. ഇത് ഹമ്മ ഖൗമുൻ, ഇത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ ഇപ്പൊ ഓർക്കാനാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. ഇത് ഹമ്മ ഖൗമുൻ. ഹമ്മ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണയൊക്കെ പറയുന്ന ഒരു പദപ്രയോഗമാണ്. അവന്റെ ഹമ്മ് മുഴുവൻ അതാണ് എന്ന് പറയും. ഹമ്മ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സിനെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ചെയ്യാനുറക്കുക, അതിനാണ് ഹമ്മ് എന്ന് പറയുക. അസ്വസ്ഥതയോട് കൂടിയിട്ട് അതല്ലെങ്കിൽ വേണോ വേണ്ട എന്ന് വിചാരിച്ചിട്ടൊക്കെ ചെയ്യാനുറക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് എന്താ പറയുക? ഹമ്മ എന്ന് പറയുക. ഇത് വിശുദ്ധ ഖുർആന് സൂറത്ത് യൂസുഫില് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതുപോലെ തന്നെ ഇമ്രാത്തുൽ അസീസും തമ്മിലുള്ള ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹ ലൗല അൻ റഅ ബുർഹാന റബ്ബി എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇമ്രാത്തുൽ അസീസ്, ആ സ്ത്രീ യൂസുഫിനെ കൊണ്ട് ചെയ്യുവാൻ ഉദ്ദേശിച്ചു. യൂസുഫ് തിരിച്ചും ലൗല അൻ റഅ ബുർഹാന റബ്ബി, അള്ളാഹുവിന്റെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ യൂസുഫ് ഉദ്ദേശിച്ചില്ല. കാരണം യൂസുഫിന് എന്തുണ്ടായിരുന്നു? റഅ ബുർഹാന റബ്ബി, അള്ളാഹുവിന്റെ അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ തെളിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അവിടെ ശരിക്ക് ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ ഒരു സംഗതി ചെയ്യുവാൻ ഉദ്ദേശിക്കുക, ഈവൻ അസ്വസ്ഥതയോടുകൂടിയാണ്. ഇത് ഹമ്മ മിൻകും എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഹമ്മ എന്ന് പറയുന്നത്. ഹമ്മ് എന്ന് പറഞ്ഞാൽ മനസ്സിനെ അലട്ടുന്ന വിഷമങ്ങൾക്കൊക്കെയാണ്, അല്ലെങ്കിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് എന്ത് പറയുക? ഹമ്മ് എന്ന് പറയുക. അപ്പൊ ഇത് ഹമ്മ ഖൗമൻ, ഒരു സംഘം ഉദ്ദേശിച്ചപ്പോൾ അല്ലെങ്കിൽ അവര് ചെയ്യാൻ ഉറച്ചപ്പോൾ അതാണ് ഇത് ഹമ്മ ഖൗമുൻ എന്ന് പറയാം. ഖൗമ് എന്നുള്ളത് മുമ്പ് നമ്മൾ വിശദീകരിച്ചാണ്. അതിന്റെ ബഹുവചനം അഖ്വാമ് എന്നാണ്. ഈ ഖൗമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവർത്തനം ഉണ്ടാവും. അതുകൊണ്ടാണ്, കാരണം കാമ എന്നുള്ളതിൽ നിന്നാണ് എന്ത് വരുന്നത്? ഖൗമ് എന്ന് പറയുന്നത്. ഇപ്പൊ മനുഷ്യന് പ്രത്യേകമായ സിറ്റുവേഷനുകളുണ്ട്. അതിലൊന്ന് പെട്ടതാണ് ഖായിമ്, എഴുന്നേറ്റിരിക്കുക. അതുപോലെ
ഖായിദ് ഇരിക്കുക, മുൽത്തജി കിടക്കുക എന്നൊക്കെ പറയുന്നത്. അതിൽ ഏറ്റവും സജീവമായ എന്താ പറയാണ് സിറ്റുവേഷൻ എന്താണ്? അത് ഖായിമ് എന്ന് പറയാം. ആ സജീവതയെ കുറിക്കുന്ന സാധനമാണ് ഖൗമ്. എന്തോ ഒരു പണി അവരുടെ അടുത്തുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഖൗമ് എന്നുള്ള പദം അങ്ങനെയാണ് പ്രയോഗിക്കാറുള്ളത്. ഇത് ഹമ്മ ഖൗമുൻ അൻ യബ്സുത്തു ഇലൈക്കും ഐദിയഹും, അൻ യബ്സുത്തു ഇലൈക്കും ഐദിയഹും. എന്താ ബസത്ത എന്ന് പറഞ്ഞാല്? ഇത് നല്ല രസമുള്ള പദമാണ്. എന്താണ് ബസത്ത എന്ന് പറഞ്ഞാല്? കേട്ടണോ? വിശാലമാക്കുക. അറബി ഭാഷയില് അൽ ബിസ്തു എന്ന് പറഞ്ഞാല് അന്നാഖത്തു തുത്രക്കു മഅ വലദിഹ. അൽ ബിസ്ത് എന്ന് പറഞ്ഞാല് അന്നാഖത്തു തുത്രക്കു മഅ വലദിഹ. അതായത് ഒട്ടകത്തെയും അതിന്റെ കുഞ്ഞിനെയും കയറൂരി വിടുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ കയറൂരി വിടപ്പെട്ട ഒട്ടകത്തെയാണ് അൽ ബിസ്തു എന്ന് സാധാരണ പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ തുറന്നിടുക, വിരിച്ചു വെക്കുക എന്നൊക്കെയാണ് അതിന്റെ അപ്പോഴുള്ള അർത്ഥം. അപ്പൊ സ്വാഭാവികമായും ബസത്ത എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തുറന്നിട്ടത്, അതല്ലെങ്കിൽ വിരിച്ചു വെച്ചത് എന്നുള്ളതാണ്. അല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസാത. അല്ലാഹു നിങ്ങൾക്ക് ഭൂമി എന്താക്കി തന്നിരിക്കുന്നു? വിരിച്ചു തന്നിരിക്കുന്നു. ഇത് തുറന്നിടുക എന്നുള്ളതിന് വളരെ മനോഹരമായി സൂറത്തുൽ ഇസ്രായിൽ വലാ തജഅൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത്. നിങ്ങളുടെ കൈകള് തുറന്നിടരുത്. അങ്ങനെ തുറന്നിടുക എന്നുള്ള അർത്ഥത്തിലാണ് ബസത്വ എന്നുള്ള പദം പ്രയോഗിക്കുക. ഓക്കെ, അതിൽ നിന്ന് അത് കയ്യിലേക്ക് ചേർക്കുമ്പോൾ രണ്ട് രൂപത്തിലാണ് അർത്ഥം വരിക. ബസ്തുൽ യദ് എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുക, ഒരാളെ കൊല്ലാൻ ശ്രമിക്കുക എന്നൊക്കെയാണ് സാധാരണ അതിന്റെ പ്രചാരത്തിലുള്ള അർത്ഥം. നേരത്തെ പറഞ്ഞ പോലെ തുറന്നിടുക, സ്വാഭാവികമായും നമ്മൾ കൈ അഴിച്ചിടുക എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. ഈ പദം വിശുദ്ധ ഖുർആന് കൃത്യമായിട്ട് പ്രയോഗിച്ചത് ഹാബീലും കാബീലും തമ്മിലുള്ള പ്രശ്നത്തിലാണ്. ഹാബീലും കാബീലും തമ്മിൽ ആദമിന്റെ രണ്ട് മക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അവസാനം എന്തു പറഞ്ഞു? കാബീല് പറഞ്ഞു ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പൊ ഹാബീൽ എന്ത് പറഞ്ഞു? ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിതിൻ യദിയ ലിഅഖ്തുലക. നീ നിന്റെ കൈകൾ എന്നെ കൊല്ലുന്നതിന് വേണ്ടി നീട്ടിയാലും എന്റെ കൈകൾ നിന്നെ കൊല്ലുന്നതിന് വേണ്ടി ഞാൻ നീട്ടുകയില്ല. അപ്പൊ ഇവിടെ ആ പദം ബസ്തുൽ യദ്, മാ അന ബിബാസിത്തിൻ യദിയ എന്നും അതുപോലെ ലഇൻ ബസത്ത ഇലയ്യ യദക എന്നുള്ളിടത്ത് അത് കാണുവാൻ സാധിക്കും. അപ്പൊ ഒരാളെ കൊല്ലുന്നതിന് വേണ്ടി, ഒരാളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി കൈ നീട്ടുന്നതിനാണ് ബസ്തുൽ യദ് എന്ന് പറയാം. ഇത് നമുക്ക് നേരെയൊക്കെ ഒരാൾ നീട്ടും. ആരാ നീട്ടുക? അസ്രായീല് മരണവേളയില് ഇത് നീട്ടും. അതുകൊണ്ടാണ് വൽ മലായികത്തു ബാസിതു ഐദീഹിം, മലക്കുകള് അവരുടെ കൈകള് നീട്ടെന്ന് പറഞ്ഞാൽ റൂഹ് പിടിക്കുന്നതിനെ കുറിച്ച് ഉള്ള പ്രയോഗവും ഈ ബസ്തുൽ യദ് എന്നുള്ള അതേ പദത്തിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ആ അബ്ദുൽ ബാസിത്ത് പിടികൂടുന്നവൻ, വാസിയ ഇത് വേറെ ആളാ, ഇത് വേറെയാണ്. ഓക്കെ, അത് ബാസിത്താണ്, ഇത് വാസിയാണ്. അപ്പൊ അയ്യ അത് ചേർവിട്ട് നോക്കണേ. അതിന്റെ കാല് പൊതുവെ ഉറപ്പ് കുറവായിരിക്കും, ഒന്ന് ശ്രദ്ധിക്കുക. ഡബിൾ ഇടണമെങ്കിൽ ഇട്ടോളി കേട്ടോ, ഒന്നും കൂടി ഇട്ടാളി. ഓക്കെ, ഒന്നും പറ്റിയിട്ടില്ലല്ലോ, ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഇതാണ് ബസത്ത എന്നുള്ള പദം. അപ്പോ ഇത് ശരിക്കും അധികാരത്തിനും സാധാരണ ഈ പദം ബസ്തുൽ യദ് എന്ന് പറയും. ബൽ യദാഹു മബ്സൂതത്താൻ, അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച് പറഞ്ഞിടത്ത്
ബൽ യദാഹു മബ്സൂത്തത്താൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അധികാരം വിശാലമാണ്. അപ്പൊ അവിടെ അധികാരം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ പ്രബലമായ അല്ലെങ്കിൽ പ്രചാരത്തിലുള്ള അർത്ഥം എന്താണ്? ബസ്തുൽ യദ് എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലാൻ അല്ലെങ്കിൽ ദ്രോഹിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും. ഇത് ഹമ്മ ഖൗമുൻ അൻ യബ്സുതു ഇലൈക്കും ഐദിയഹും, ഒരു സംഘം ആളുകൾ അവരുടെ കൈകൾ നിങ്ങളുടെ നേരെ നീട്ടാൻ ഉദ്ദേശിച്ചപ്പോൾ. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞാല് വിശ്വാസികളെ ദ്രോഹിക്കാൻ സത്യനിഷേധികൾ ഉദ്ദേശിച്ചപ്പോൾ. ഫകഫ ഐദിയഹും അൻകും. ഫ എന്ന് പറഞ്ഞാൽ ലിതഅഖീബ് എന്നാണ് പറയാ. അവരത് പ്ലാൻ ചെയ്തതും അതല്ലെങ്കിൽ അത് അവർ തീരുമാനിച്ചതും ഉടനെ തന്നെ അള്ളാഹ് മറുമരുന്നിട്ടു, പ്രതിരോധിച്ചു. അപ്പൊ അവരത് അതായത് എപ്പോഴാണോ അവര് അത് പ്ലാൻ ചെയ്തത് അത് ഉടനെ തന്നെ അള്ളാഹ്. കഫ എന്ന് പറഞ്ഞാൽ മന. കഫ് പറഞ്ഞാൽ അറബി ഭാഷയിലും ഇംഗ്ലീഷിലൊക്കെ നമ്മൾ കഫ് എന്ന് പറയുന്ന സാധനമാണ്. അതായത് ഇതാണ് കഫ്. ഇത് വെച്ച് പ്രതിരോധിക്കുന്നതിനാണ് എന്ത് പറയുക? കഫ എന്ന് പറയുക. ഓക്കെ. അപ്പൊ ഇത് വഹുവല്ലദീ കഫ ഐദിയഹും അൻകും വഐദിയക്കും അൻഹും ബി ബത്നി മക്ക എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് പ്രതിരോധിക്കുക, തടയുക എന്നൊക്കെയാണ്. ഫകഫ ഐദിയഹും, അവരുടെ കൈകൾ അള്ളാഹു തടയുകയും ചെയ്തു. അവൻ എന്ന് പറഞ്ഞാൽ അവൻ തടഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാഹു തടഞ്ഞു. അപ്പൊ ഇവിടെ ശരിക്ക് കഫ ഐദിയഹും എന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞില്ലേ? ഐദി എന്നുള്ളത് നേരത്തെ പറഞ്ഞതാണ്. ബാസിത്തു ഐദീഹിം എന്ന് പറയാൻ. അപ്പോ ശരിക്ക് ആവർത്തിക്കേണ്ടതില്ല. പക്ഷെ ആ ആവർത്തനം എന്തിനാ പറയുന്നത് എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നത് ഏതൊരു ആയുധം കൊണ്ടാണോ അവർ രംഗത്തിറങ്ങിയത് അതേ ആയുധത്തെ അള്ളാഹു പ്രതിരോധിച്ചു എന്ന് ഉറപ്പിക്കാനാണ്. അപ്പോ ശത്രുക്കൾ എന്തിറക്കിയാലും അതിനൊക്കെ ആർക്ക് നേരിടാൻ കഴിയും? അള്ളാഹിന് നേരിടാൻ കഴിയും എന്ന ആശയം കിട്ടുന്നതിന് വേണ്ടിയാണ് ഫകഫ ഐദിയഹും അൻകും എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഈ വിശുദ്ധ ഖുർആനില് ഇതും ഉലൂമുൽ ഖുർആനിലെ ഒരു ബേസ് പറഞ്ഞു വരാണ്. വിശുദ്ധ ഖുർആനില് സബബുൻ നുസൂൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇതിനെ തുടർന്നാണ് ഇത് ഇറങ്ങിയത് എന്നാണ് അതിന്റെ ഒരു ആകത്തുക. പക്ഷെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഈ പറയുന്ന സബബുൻ നുസൂലുകളൊന്നും ആ അർത്ഥത്തിലുള്ളതല്ല. നേരെ മറിച്ച് ആ ആയത്തുകളുടെ വ്യാഖ്യാനത്തിന് സഹായിക്കുന്ന സംഭവവികാസങ്ങളാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ നിരന്തരമായി ഉദ്ധരിക്കുന്ന രണ്ട് സംഭവങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ കഥയല്ല, സംഭവം തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളുടെ കൂടെ ഒരു യുദ്ധം കഴിഞ്ഞ് വരികയായി. അങ്ങനെ വരുന്ന വഴിയിൽ ഈ ഉള്ളാത്ത് പറഞ്ഞാല് മുള്ളുള്ള ചെറിയ ചെറിയ കുറ്റിവൃക്ഷങ്ങളാണ്. അപ്പൊ അങ്ങനെ അവര് യാത്രക്കിടയിൽ വിശ്രമിക്കാൻ ഓരോരുത്തരും ഇങ്ങനെ ഓരോ കുറ്റിച്ചെടിയുടെയും അടുത്ത് ചെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വാൾ ഒരിടത്ത് തൂക്കിയിട്ടിരുന്നു. റസൂൽ മയങ്ങിപ്പോയി. ഉണർന്നു നോക്കുമ്പോൾ ഒരു അറാബി ആ വാള് കയ്യിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചു, മൻ യംനഉക മിന്നി, ഇപ്പോ അല്ല മുഹമ്മദ്, ആരാണ് താങ്കളെ എന്നിൽ നിന്ന് രക്ഷിക്കുക? അപ്പൊ അയാൾ നല്ല കോൺഫിഡൻസിലാണ് ചോദിക്കുന്നത്. റസൂല് ബേജാറായി, ആകെ അതോടുകൂടി കഴിഞ്ഞ് എന്നുള്ള രൂപത്തിലാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ചോദിക്കുന്നത്. റസൂൽ എടുത്തെഴുക്ക് പറഞ്ഞു, അള്ളാഹ്, എന്നെ അള്ളാഹ് രക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് വിറച്ച് ആ അറാബിയുടെ കയ്യിൽ നിന്ന് വാള് വീണ് റസൂല് വാള് കയ്യിലെടുത്ത് ചോദിച്ചു, ആര് രക്ഷിക്കും എന്ന് ചോദിച്ചു. അപ്പോ താങ്കൾ നല്ല മനുഷ്യനാണ്, താങ്കൾ എന്നെ ഒന്നും ചെയ്യൂല എന്ന് തിരിച്ച് റസൂലിനോട് പറഞ്ഞു എന്നാണ്. അപ്പോ പിന്നെ അയാളെ റസൂല് തിരിച്ചുവിടുന്നുണ്ട്. സഹാബാക്കളൊക്കെ ചുറ്റും കൂടുന്നുണ്ട്. അങ്ങനെ തിരിച്ചുപോയി അയാള് സ്വന്തം ജനതയോട് പറഞ്ഞു, അത്ര ജിഅ്തുകും മിൻ ഇൻദി ഖൈരിന്നാസ്, ജനങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല മനുഷ്യന്റെ അടുത്ത് നിന്നാണ് ഞാൻ വരുന്നത്. അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടൊന്നുമില്ല, പറഞ്ഞു. ഇതാണ് ഒന്നാമത്തെ സംഭവം. അപ്പോൾ ഇവിടെ ആര് രക്ഷിച്ചു? അള്ളാഹ് രക്ഷിച്ചു. രണ്ടാമത്തെ സംഭവം ജൂതഗോത്രമായ ബനു നളീറുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ബനു നളീർ മുസ്ലിങ്ങളുമായി സഖ്യത്തിലായിരുന്നു. അപ്പൊ സഖ്യത്തിലായിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഈ ഒരു വ്യക്തി കൊല്ലപ്പെട്ടാൽ ദിയ നൽകേണ്ട സാഹചര്യം വന്നാൽ ഈ സഖ്യത്തിലുള്ളവര് സഹായിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. അങ്ങനെ
ഒരു ദിയയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, രണ്ട് വ്യക്തികളുടെ ദിയയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റസൂൽ അവരോട് സംസാരിക്കുകയും അവർ പറഞ്ഞു, താങ്കൾ അങ്ങോട്ട് വരൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം, ദിയ ഞങ്ങൾ നൽകാം എന്ന് പറഞ്ഞിട്ട് ബനു നളീർ റസൂലിനെ അവരുടെ സ്ഥലത്തേക്ക് വിളിച്ചു. അങ്ങനെ റസൂല് കടന്നു വരുന്ന സമയത്ത് മുകളിൽ നിന്ന് പാറക്കല്ല് എന്ന് പറഞ്ഞാൽ ശരി കാട്ടുകല്ലാണ് ഹദീസുകളില്, അത് റസൂലിന്റെ തലയിലേക്ക് ഇട്ട് റസൂലിനെ വധിക്കാനായിരുന്നു പ്ലാൻ. അതിനൊരാളെ അവർ ചട്ടം കെട്ടുകയും ചെയ്തു. പക്ഷെ ഇക്കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അറിയിക്കുകയും റസൂൽ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ സംഭവം. അപ്പൊ ഇതും അള്ളാഹ് സഹായിച്ചതാണ്. അപ്പൊ ഈ രണ്ട് സംഭവങ്ങളാണ് യഥാർത്ഥത്തില് എന്താണ് ഇതിന്റെ സബബുൻ നുസൂൽ എന്നുള്ള പേരിൽ വരുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഇപ്പൊ ഉദാഹരണമായിട്ട് ഹമ്മ ഖൗമുൻ എന്ന് പറഞ്ഞാല് ഒരു സംഘം അല്ലെങ്കിൽ ഒരു ജനത എന്നുള്ളതാണ് ഒന്നാമത്തേത്. അപ്പൊ സ്വാഭാവികമായും അറാബിയുടെ സംഭവം എന്തല്ല, അവിടെ ഫിറ്റല്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല ആയത്ത് തുടങ്ങുന്നത് യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന് മൊത്തം അഭിസംബോധന ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ഇതിനെ ഇത്രേ ലഘൂകരിക്കേണ്ട ഒരു സാധനം. പക്ഷെ അതേസമയം ഇതൊക്കെയും അതിൽ ഉൾപ്പെടുത്താം. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതാണ് ഞാൻ എപ്പോഴും വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ തനാസുബ് എന്ന് പറയുന്നത്, മുൻപുള്ള ആയത്തുകളൊക്കെ നമ്മൾ എന്താക്കണം, കണക്ട് ചെയ്യണം. അപ്പൊ ഈ സൂറത്തുൽ മാഇദയാണ്. ഇത് മദീനയിലെ അവസാനത്തിൽ ഇറങ്ങിയതാണ്. ഈ സൂറത്തിലെ നമ്മൾ പഠിച്ച വളരെ പ്രസിദ്ധമായ ആയത്തുകളിൽ ഒന്നെന്താണ്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന് പറഞ്ഞാൽ ഈ ദീന് പൂർത്തീകരിച്ചു. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്ദേശവുമായി തുടങ്ങി ഇത് അവസാനിക്കുന്നത് വരെ നിരന്തരമായി ഭീഷണികളായിരുന്നു, ഇതിനെ കുഴിച്ചു മൂടാനുള്ള ശ്രമങ്ങളായിരുന്നു. ആ ശ്രമങ്ങളെയൊക്കെയും പരാജയപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ പൂർത്തീകരിച്ചിരിക്കുന്നു. അപ്പൊ ഈ പറയുന്ന എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തുന്ന, അതൊക്കെ ഉൾക്കൊള്ളുന്ന വിശാലമായ പദപ്രയോഗമാണ് എന്ത്, ഇത് ഹമ്മ ഖൗമുൻ അൻ യബ്സുതു ഇലൈക്കും ഐദിയഹും ഫകഫ ഐദിയഹും അൻകും. ഇത് വിശുദ്ധ ഖുർആന് പലയിടങ്ങളിലും, ഇപ്പൊ അഹ്സാബ് യുദ്ധത്തിൽ എല്ലാവരും കൂടി വിശ്വാസികളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവിടെയും ഇതുപോലെ പ്രയോഗം നടത്തും, യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് സൂറത്തുൽ അഹ്സാബിൽ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക എന്ന് പറഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ ശത്രുക്കളൊക്കെയും നിങ്ങൾക്ക് മേൽ ചാടി വീണ സന്ദർഭത്തിൽ എന്നിട്ട് എന്താണ് വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ വതദുന്നൂന ബില്ലാഹി ദുനൂന എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ നിയമത്തുകൾ ഓർക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ വഹുവല്ലദീ കഫ ഐദിയഹും മൻകും വഐദിയകും മന്നും ബിബത്നി മക്ക എന്ന് പറഞ്ഞാൽ ഹുദൈബിയ സന്ധിയുടെ വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബാക്കളെയും ട്രാപ്പിൽ പെടുത്താനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അത് അള്ളാഹു സഹായിച്ചതാണ്. അപ്പൊ ഇങ്ങനെ നിരന്തരമായ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. സൂറത്തുൽ ഇസ്രായിൽ തന്നെ വഇദ് യംകുറു ബികല്ലദീന കഫറു ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹു വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. ഇസ്രായേൽ അല്ലേ? ഏതായാലും അപ്പോ ഇങ്ങനെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ പ്രവാചകനെ കൊല്ലാൻ, പ്രവാചകനെ തടവിലിടാൻ, പ്രവാചകനെ നാട് കടത്താൻ, ഇതൊക്കെ ശ്രമങ്ങളുണ്ട്. ഇതൊക്കെ ഉൾക്കൊള്ളുന്ന വിശാലമായ പ്രയോഗമാണ് എന്ത്, ഇത് ഹമ്മ ഖൗമുൻ അൻ യബ്സുതു ഇലൈക്കും ഐദിയഹും ഫകഫ ഐദിയഹും അൻകും. അപ്പൊ ഇത്രയും വലിയ ഒരു സംഭവമായിട്ടാണ് വിശുദ്ധ ഖുർആൻ അത് പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ അത് വ്യത്യസ്തമായ സംഗതികൾ ഉൾക്കൊള്ളുന്ന, ദീനിന്റെ പൂർത്തീകരണത്തിന് സഹായിക്കുന്ന വിധത്തിൽ പ്രവാചകനെയും വിശ്വാസികളെയും പ്രൊട്ടക്ട് ചെയ്തതിനെ കുറിക്കുന്ന പ്രയോഗമാണ് അത്. എന്നിട്ട് വത്തഖുല്ലാ എന്നല്ലേ എടുത്തത്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. കഴിഞ്ഞ ആയത്തിലും അതായത് നേരത്തെ പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹ് എന്ന് പറയുന്നതിന്റെയും അവസാനത്തിൽ വത്തഖുല്ലാ എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഇന്ന ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് അള്ളാഹുവിന് നമ്മൾ ഇന്നതൊക്കെയും ചെയ്യണം. അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താണ്, ഉസ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും എന്നുള്ളതിന്റെ മറ്റൊരു ട്രാൻസ്ലേഷൻ ആണ് എന്ത്, വത്തഖുല്ലാ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അനുഗ്രഹം ഇങ്ങനെ ഓർത്തിങ്ങനെ ഇരിക്കുക എന്നാണോ? അല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക എന്നാണ്. ആ നന്ദി കാണിക്കൽ എങ്ങനെയാണ്, അത്തഖ്വ, അതാണ് വത്തഖുല്ലാ. നിങ്ങള് അള്ളാഹുവിനെ സൂക്ഷിക്കുക. എന്നിട്ടോ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു വഅലല്ലാഹി
ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഇവിടെ ഈ സെന്റൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. സാധാരണ സെന്റൻസിൽ ഫിഅലൊക്കെയാണ് ആദ്യം വരേണ്ടത്. നമ്മൾ സാധാരണ തവക്കൽതു അലല്ലാ അങ്ങനെയല്ല പറയല്. പക്ഷെ ഇവിടെ എന്താണ് വഅലല്ലാ എന്ന് ആദ്യം വന്നിട്ടുള്ളത്. എന്ത് തമ്മിലുള്ള വ്യത്യാസം? ഈ ഓർഡറിൽ അറബി ഭാഷയിലെ ഈ ഓർഡറുകൾക്കൊക്കെ പ്രത്യേകതകളുണ്ട്. ആദ്യം പറഞ്ഞതിനാണ് കൂടുതൽ പരിഗണന. വഅലല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ മാത്രമേ നമ്മൾ അവിടെ ഫോക്കസ് അള്ളാഹുവിൽ മാത്രം എന്നുള്ളതിനാണ്. തവക്കുലിനല്ല ഫോക്കസ്. ഓക്കെ, തവക്കുലിനല്ല ഫോക്കസ്. പിന്നെ എന്തിനാണ്? അള്ളാഹുവിൽ മാത്രമേ തവക്കുൽ ചെയ്യാവൂ എന്നുള്ളതിനാണ് ഫോക്കസ്. അതുകൊണ്ടാണ് വഅലല്ലാ എന്ന് പറയുന്നത്. തവക്കലു അലല്ലാ എന്നാണ് പറയുന്നതെങ്കിൽ ഫോക്കസ് തവക്കുലിലാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യം വരുന്നതിനാണ് ഫോക്കസ് കൂടുക എന്നുള്ളതാണ്. അതാണ് ഇയ്യാക നഅ്ബുദുഹും ഇയ്യാക നഅ്ബുദു നഅ്ബുദു ഇയ്യാക്കയും തമ്മിലുള്ള വ്യത്യാസം. ആദ്യം തഖ്ദീമിനാണ് എന്ന് പറയുക. അത്തഖ്ദീമു എന്ന് പറയുന്നത് അവിടെ തഖ്ദീം വരുന്നത് ലിത്തഅക്കീദ് എന്നാണ്. അപ്പൊ ആദ്യത്തിന്, അതായത് കൂടുതൽ പവറിന് വഅലല്ലാ. അതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ പ്രശ്നം ഉണ്ടായപ്പോഴും അള്ളയാണ് നിങ്ങളെ സഹായിച്ചത്, അള്ളാഹുവാണ് നിങ്ങളെ സംരക്ഷിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിലാണ് നിങ്ങൾ ഭരമേൽപ്പിക്കുക. വഅലല്ലാഹി ഫൽയതവക്കൽ. തവക്കല യതവക്കലു യതവക്കൽ ഫൽയതവക്കൽ ഫൽയതവക്കൽ. നമ്മൾ സാധാരണ അറബി ഭാഷയിലുള്ള എന്താണ് തവക്കുൽ എന്ന് പറഞ്ഞാല്? എന്താണ് തവക്കുൽ എന്ന് പറഞ്ഞാല്? ഞാനൊരു പുതിയ പദം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എന്താണ് ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വക്കീല്. വക്കീൽ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിപ്പോ സൗകര്യമൊന്നും ഇല്ലാത്തോണ്ട് നിങ്ങൾ ചെയ്താലേ ആ പണി എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ആളാണ് വക്കീൽ, അല്ലേ? ആണോ? വക്കീൽ എന്നുള്ള പദത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. അറബി ഭാഷയെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. മഫ്ഊലിന്റെ അർത്ഥമുള്ള ഫഈൽ വസനുകൾ. ഇപ്പൊ ഖത്തീല് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊന്ന ആളാണോ കൊല്ലപ്പെട്ട ആളാണോ ഖത്തീല്? കൊല്ലപ്പെട്ട ആളാണ് ഖത്തീല്. ശരിക്കും ആ ഘടന അനുസരിച്ച് കൊന്ന ആളാണ് ആവേണ്ടത്, പക്ഷെ കൊല്ലപ്പെട്ട ആളാണ് ഖത്തീല്. അപ്പൊ അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളിൽ പെട്ടാണ് വക്കീല് എന്ന് പറയുന്നത്. വക്കീല് എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ച ആളല്ല, ഏൽപ്പിക്കപ്പെട്ട ആളാണ്. ജരീഹ് എന്ന് പറഞ്ഞാൽ മുറിവേൽപ്പിക്കപ്പെട്ട ആളാണ്. മജ്റൂഹ് എന്നുള്ള അർത്ഥത്തിലാണ്. ഹമീദ്, അള്ളാന്റെ പേരാണ് എന്ത്? ഹമീദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നവൻ എന്നാണോ? അള്ളാഹ് ആരെ സ്തുതിക്കാനാ? മഹ്മൂദ് എന്നുള്ള അർത്ഥത്തിലാണ് ഹമീദ് അവിടെ പ്രയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില നാമങ്ങളിൽ പെട്ടതാണ് വക്കീല് എന്നുള്ളത്. ഇനി ഈ പദത്തിന്റെ ഒരു പ്രത്യേകത, അറബി ഭാഷയില് ഫറസുൻ വാക്കിലുൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കുതിര ആകെ ക്ഷീണിച്ച് തെളിച്ചിങ്ങനെ നടത്തിയാൽ മാത്രം നടക്കുന്ന കുതിരക്കാണ് ഫറസുൻ വാക്കില് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ബാക്കിന്ന് തള്ളിയാൽ മാത്രം പോണ സാധനമാണ് ഫറസുൻ വാക്കിലുൻ എന്ന് പറഞ്ഞത്. അതായത് അതിനെ കൊണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ വെച്ചാൽ വേറൊരാളുടെ സഹായം ഉണ്ടെങ്കിലേ സംഗതി മുന്നോട്ട് പോകും. അതാണ് തവക്കുല്. തവക്കുല് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് പഠിച്ചോനെ എനിക്കിപ്പോ സൗകര്യമില്ല, ഇനി ഇജ്ജു ചെയ്തോണ്ട, എന്നെ കൊണ്ട് ഇത്രേ കഴിയുള്ളൂ എന്ന് പറയുന്ന ഏർപ്പാടാണ്. അതല്ല തവക്കുല് എന്ന് പറയുന്നത്. തവക്കുല് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല. പിന്നെ ആർക്കേ കഴിയുള്ളൂ? പടച്ചോന് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെയുള്ള സാധനങ്ങൾ പടച്ചോന് മാത്രം വിശ്വാസം അർപ്പിച്ച് വിട്ടുകൊടുക്കുന്ന സാധനമാണ് തവക്കുല്. എത്ര മനോഹരമായ അർത്ഥം! ഫറസുൻ വാക്കിലുൻ എന്നുള്ള പദത്തിൽ നിന്ന് നമുക്ക് ആ സാധനം കിട്ടും എന്ന് പറഞ്ഞാല് ആ കുതിരക്ക് പിന്നെ ഒന്നും കഴിയില്ല, അതിനെ തള്ളി നടത്തിയിട്ട് പറ്റൂ. യജമാനന്റെ കയ്യിലാണ് കാര്യങ്ങൾ. അപ്പൊ അതുപോലെ അള്ളാഹുവെ, ഇപ്പോ നേരത്തെ പറഞ്ഞ വിഷയം, ഇത് ഹമ്മ ഖൗമുൻ യബ്സുതു ഇലൈക്കും ഐദിയഹും എന്ന് പറഞ്ഞ സാധനം വിശ്വാസികൾ ഒറ്റയ്ക്ക് വിചാരിച്ചാലും നടക്കുന്ന സംഗതികളൊന്നുമല്ല. പിന്നെ ആര് വിചാരിക്കണം? അള്ളാഹ് വിചാരിക്കണം. അള്ളാഹ് വിചാരിക്കണമെങ്കിൽ നമ്മളുടെ പണിയെടുത്ത് പിന്നെ ബാക്കി ആരെ ഏൽപ്പിക്കണം? അള്ളാഹുവിനെ ഏൽപ്പിക്കണം.
അങ്ങനെ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്ന പണിയാണ് ഇസ്ലാമില് തവക്കുല് എന്ന് പറയുന്ന സാധനം. ഓക്കെ, നമ്മള് എന്താണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്, ലൗ അൻതും തതവക്കലൂന അലല്ലാഹി, നിങ്ങൾ അള്ളാഹുവിൽ യഥാർത്ഥ രൂപത്തിൽ തവക്കുല് ചെയ്യുകയാണ് എങ്കിൽ ലറസഖകും കമാ യർസുഖു ത്വയ്ർ, പക്ഷികൾക്ക് അന്നം നൽകുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അന്നം നൽകും. എന്നിട്ട് എന്താ പറയുന്നത്? തറൂഹു ഖിമാസൻ തഗ്ദു ഖിമാസൻ വതറൂഹു ബിത്വാന, അത് വയറൊട്ടിയിട്ടാണ് എന്ന് രാവിലെ പുറത്തേക്ക് ഇറങ്ങുക, തിരിച്ചു വരുമ്പോ വയറ് നിറച്ചിട്ടാണ് തിരിച്ചു വരിക. അപ്പൊ അതുപോലെ അള്ളാഹു വിശ്വാസികളെ നോക്കുമെന്ന് പറയുന്നത്, അതാണ് തവക്കുൽ. അപ്പോ ഈ പറയുന്ന എന്താണ് ഇന്നെ കൊണ്ട് വയ്യ ഇനി പഠിച്ചോ നോക്കട്ടെ എന്ന് നിരാശയോട് പറയുന്നതിനല്ല തവക്കുലി എന്ന് പറയുന്നത്. പ്രതീക്ഷയോടുകൂടി ഇത് പടച്ചവൻ ഇടപെടുന്ന വിഷയമാണ് എന്ന് പറയുന്നതിനാണ് തവക്കുല് എന്ന് പറയുക. ശരിക്കും മുസ്ലിം ഉമ്മത്തിനൊക്കെ ഇപ്പൊ നിലവിലുള്ള ഫലസ്തീൻ പോലുള്ള വിഷയങ്ങളിലൊക്കെയും നമ്മളൊക്കെ ഈ കുട്ടികൾ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് തവക്കുലില്ലാത്തത് കൊണ്ടാണ്. അവർക്ക് തവക്കുൽ ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ഒക്ടോബർ 7 തുടങ്ങിയിട്ട് ഈ ഒക്ടോബറും അവരെത്തി നിൽക്കുന്നത്. അപ്പോ തവക്കുല് എന്ന് പറയുന്നത് വിശ്വാസികളുടെ വളരെ അനിവാര്യമായ ഒരു മൂല്യമാണ്. വഅലല്ലാഹി ഫൽ യതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനുകള് നമ്മൾ വിശ്വാസികളാണ് എങ്കിൽ വിശ്വാസികൾ അള്ളാഹുവിലാണ് തവക്കുൽ ചെയ്യേണ്ടത്, അള്ളാഹുവിലാണ് ഭരമേൽപ്പിക്കേണ്ടത്, എല്ലാം പ്രതീക്ഷ അർപ്പിക്കേണ്ടത് അള്ളാഹുവിലാണ്. കാരണം മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിലെ അമ്ന് കണ്ടെത്തുകയും ലോകത്ത് മുഴുവൻ അമ്ന് വാരി വിതറുകയും അല്ലെങ്കിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്നുള്ളത് കൊണ്ട് അലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, ഈ പറയുന്ന അള്ളാഹുവിലാണ് വിശ്വാസികൾ അഭയം തേടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിഅമത്തിനെ കുറിച്ച ആ ചർച്ച അവസാനിപ്പിക്കുന്നത്. ഇനി നിഅമത്തുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ നന്ദികേട് കാണിച്ച സമൂഹം എന്ന് പറയുന്നത് ബനൂ ഇസ്രായേലാണ് എന്നുള്ളത് കൊണ്ട് അടുത്ത ആയത്തിൽ അവരുടെ ഒരു ചരിത്രമാണ് വഇദ അഖദല്ലാഹു മീസാഖ ബനീ ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാവുന്നതാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി.